മുൻപ് അലാസ്കയിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലൊരു ഉച്ചകോടി നടന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ? ലോകം സാഗൂതം വീക്ഷിച്ചിരുന്ന ഒരു ഉച്ചകോടിയായിരുന്നു അത്. ലോകത്തിൻ്റെ ഘടന തന്നെ കീഴ്മേൽ മറിക്കപ്പെടുമെന്നൊക്കെ നമ്മൾ കരുതി. അന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു ചർച്ചയുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ചർച്ച മോസ്കോയിൽ വെച്ച് നടത്താമെന്ന് പുടിൻ നേരിട്ട് ട്രംപിനെ ക്ഷണിച്ചതും നമ്മൾ കണ്ടു. എന്നാൽ രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിലല്ല, മറിച്ച് ഹംഗേറിയിലെ ബുഡാപെസ്റ്റിലാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഈ ചർച്ചയിൽ ഫലം ഒന്നും ഉണ്ടാകില്ല എന്നും അതിനാൽ ഈ കൂടിക്കാഴ്ച നിർത്തിവെച്ചതായി എന്നും ഇവർ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ ചർച്ച നടക്കുമോ എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ലോകമുള്ളത്. ഇക്കാര്യത്തോട് ട്രംപ് പറഞ്ഞത്, എനിക്കൊരു പാഴായ കൂടിക്കാഴ്ച വേണ്ട, എനിക്ക് അതിനുള്ള സമയമില്ല, അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നോക്കാമെന്നായിരുന്നു. എന്തുകൊണ്ടാണ് കൂടിക്കാഴ്ച പാഴായ കൂടിക്കാഴ്ചയാകും അല്ലെങ്കിൽ ഒരു ഫലമില്ലാത്ത കൂടിക്കാഴ്ചയാകുമെന്ന് താങ്കൾ കരുതുന്നത് എന്ന് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ അപ്പോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധമുന്നണിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത 2 ദിവസങ്ങൾ വരെ നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങളെ ഞങ്ങൾ അറിയിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചർച്ച നിർത്തിയോ എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ ട്രംപ് പറഞ്ഞതുമില്ല. എന്നാൽ സെർജി ലെവ്റോവുമായി, അഥവാ റഷ്യൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സെർജി ലെവ്റോവുമായി അമേരിക്കൻ വിദേശകാര്യ വിദഗ്ധർ ചർച്ച നടത്തിയെന്നുമുള്ള റിപ്പോർട്ടുകളുണ്ടെങ്കിലും ചർച്ച നടക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് റഷ്യയും ഇതിനോടൊന്നും പറഞ്ഞിട്ടുമില്ല. അതേസമയം തന്നെ ഇനിയാണ് ഈ വാർത്തയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടാകണമെന്ന് പുറമെ ലോകത്തോട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ പോലും യുദ്ധമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യുദ്ധമുണ്ടാകണമെന്ന് നിർബന്ധമുള്ള ചില കക്ഷികൾ ഇവിടെയുണ്ട്. അതിൽ വളരെ പ്രാധാനികൾ ഈ പാശ്ചാത്യ കക്ഷികൾ എന്ന് പറയുന്ന വിഭാഗം തന്നെയാണ്. അതിൽ ആയുധ ലോബിയുണ്ട്, മാധ്യമ ലോബികളുണ്ട്, ബിസിനസ് ഭീകരന്മാരുണ്ട്, അതോടൊപ്പം തന്നെ ലാൻഡുമായി ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ വിവിധ തരങ്ങളിലുള്ള ധാതുക്കൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഭൂമിയുടെ മേൽ കണ്ണ് വെച്ചുകൊണ്ടുള്ള ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യക്ക് വേണം എന്ന് വാശി പിടിക്കുന്ന, അതുകൊണ്ടുള്ള ഒരു യുദ്ധമൊക്കെയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്നാൽ റഷ്യ ഈ ഭൂമി കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ തങ്ങളേക്കാൾ കൂടുതൽ ഗവേഷണങ്ങളും അതുപോലെ തന്നെ ധാതുക്കളും റഷ്യ സ്വന്തമാക്കുമെന്നതുകൊണ്ട് നേരത്തെ അമേരിക്ക ഉപയോഗിച്ചൊരു കുബുദ്ധിയാണ് ഉക്രൈന് ഒരുപാട് വാരിക്കൂരി സഹായം കൊടുത്തു. തിരിച്ചടക്കാൻ ഉക്രൈൻ്റെ കയ്യിൽ സാമ്പത്തികമായ ഒന്നുമില്ലാത്തത് കൊണ്ട് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ ഭൂമി ഞങ്ങൾക്ക് വേണം എന്നും അത് ഇതിൽ ഒപ്പിടണം എന്നുമൊക്കെ ട്രംപും അതോടൊപ്പം തന്നെ വിദേശകാര്യ വിദഗ്ധരുമൊക്കെ വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കിയെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇവർ തമ്മിൽ വലിയ ചർച്ചകളും വലിയ ഫൈറ്റുകളും ഒക്കെ നടന്നതൊക്കെ നമ്മൾ കണ്ടത്. ഇതൊക്കെ ഒരു ഭൂമി സംബന്ധിച്ചൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇതാ ഈ അന്റാർട്ടിക്കയുടെ മേഖലയിൽ റഷ്യ വളരെ വലിയ രീതിയിലുള്ള ഖനനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റഷ്യയെ എല്ലാ കാലത്തും ഈ യുദ്ധത്തിൽ തളച്ചിട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് തങ്ങളുടെ ഒരു മേഖലയെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അമേരിക്കയുമായി ഒട്ടി നിൽക്കുന്നവരോ അല്ലെങ്കിൽ റഷ്യ യുദ്ധത്തിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു പാശ്ചാത്യ ശക്തികളോ ഒക്കെ ആഗ്രഹിക്കുക സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യയുടെ വളരെ വലിയ മുന്നേറ്റങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമേരിക്കയുടെ വലിയ സ്വാധീനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബുർക്കിന ഫാസോ അടക്കമുള്ള രാജ്യങ്ങൾ, മാലി പോലെയുള്ള രാജ്യങ്ങൾ, ഇവിടങ്ങളിലൊക്കെ ഈ അമേരിക്കൻ മേധാവിത്വം അവസാനിച്ച് അവരൊക്കെ റഷ്യയെ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും റഷ്യക്ക് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം, അതോടൊപ്പം തന്നെ റഷ്യ തങ്ങളുടെ USSR എന്ന് പറയുന്ന പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ ഒരു സമയത്തെയൊക്കെ റഷ്യ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾ 2ാം ലോക മഹായുദ്ധം മുതൽ 2025 വരെ സ്ഥാപിച്ച ലോക മേധാവിത്വം നഷ്ടപ്പെടുമെന്നതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സംവിധാനങ്ങളോ ഒക്കെ റഷ്യയെ എല്ലാ കാലത്തും ഒരു യുദ്ധത്തിൽ തളച്ചിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഹംഗറിയുടെ വിദേശകാര്യ മന്ത്രി പീറ്റർ സിജോർട്ടോ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്.
ഈ ചർച്ച അട്ടിമറിക്കുന്നത് രാഷ്ട്രത്തലവന്മാരല്ല, പാശ്ചാത്യ മാധ്യമങ്ങളും ലോകത്തിലെ മാധ്യമങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭീമന്മാരുമാണ് എന്ന്. വ്യാജ വാർത്തകൾ ഇതിനായി ഇവർ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ തുടർന്നും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹംഗേറിയൻ തലസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്താനുള്ള പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് പേര് വെളിപ്പെടുത്താത്ത വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു എന്നാണ് ചൊവ്വാഴ്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നും ഇത്തരം പേരില്ലാത്ത ആളുകൾ ആരാണ് എന്ന് മാധ്യമങ്ങൾ മറുപടി പറയണം, വ്യക്തമാക്കണമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം അവകാശവാദങ്ങൾക്ക് മറുപടിയായി കഴിഞ്ഞ ആഴ്ച ട്രംപും പുടിനും തമ്മിലുള്ള ഒരു ഫോൺ കോളിനെ തുടർന്ന് കൂടിക്കാഴ്ച പ്രഖ്യാപിച്ച നിമിഷം മുതൽ അത് സംഭവിക്കുന്നത് തടയാൻ പലരും സാധ്യമായതെല്ലാം ചെയ്യും എന്ന് ഞാൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നും സിജോർട്ടോ എക്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. യുദ്ധത്തിനും സമാധാനത്തിനും ഇടയിൽ നിർണായകമാകുന്ന സംഭാഷണങ്ങൾക്ക് മുൻപ് യുദ്ധ അനുകൂല രാഷ്ട്രീയത്തെ ഉരുത്തിരിക്കുന്നവരും അവരുടെ മാധ്യമങ്ങളും എപ്പോഴും ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നും ഉച്ചകോടി യഥാർത്ഥത്തിൽ നടക്കുന്നത് വരെ വ്യാജ വാർത്തകളുടെയും അത് സംഭവിക്കില്ലെന്ന് അവകാശപ്പെടുന്ന പ്രസ്താവനകളുടെ ഒരു തരംഗം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് സിജോർട്ടോ തൻ്റെ എക്സ് പോസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സൂചന നൽകുന്നത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരിക്കലും അവസാനിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യ എല്ലാ കാലത്തും ഈ യുദ്ധത്തിൽ ഇങ്ങനെ തളച്ചിട്ട് നിൽക്കണം എന്നുള്ളതാണ്. നേരെ മറിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പല രാജ്യങ്ങളുമായിട്ടും യുദ്ധത്തിലോ അല്ലെങ്കിൽ അക്രമത്തിലോ ഒക്കെ ഏർപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഗാസയിലായിരുന്നാലും ഇപ്പോൾ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തോട് പോലും അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അമേരിക്കക്ക് ഒരു തിരിച്ചടി കിട്ടുന്ന ഒരു യുദ്ധം ലോകത്ത് എവിടെയും നടക്കുന്നില്ല. അമേരിക്ക അറ്റാക്ക് ചെയ്യുന്ന യുദ്ധം മാത്രമാണ് ഇവിടുന്ന്. എന്നാൽ റഷ്യയിലേക്ക് അങ്ങനെയല്ല. റഷ്യയിലേക്ക് തിരികെ കൗണ്ടർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ അസ്വസ്ഥമാകും, അമേരിക്ക എപ്പോഴും മേധാവിത്വം തുടരും. ഈ ഒരു അജണ്ട പ്രായോഗികമായി നടപ്പിലാക്കുന്ന ഒരു അജണ്ടയാക്കി പാശ്ചാത്യ ശക്തികൾ മാറ്റുന്നുണ്ട് എന്ന റഷ്യയെ വളരെ ചെറിയ ഭാഷയിൽ ഓർമ്മിപ്പിക്കുക കൂടിയാണ് സിജോർട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ചർച്ചകൾ നടക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തതകൾ ഇപ്പോഴും നടക്കുകയാണ്. ട്രംപ് പറയുന്നത് ഈ സമയം പാഴാക്കുന്ന ചർച്ചകൾക്കില്ല, അല്ലെങ്കിൽ ഫലമില്ലാത്ത ചർച്ചകൾക്കില്ല എന്നാണ്. ട്രംപ് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ പാശ്ചാത്യ ലോബികളുടെ ആ ഒരു കുബുദ്ധിയിൽ ട്രംപും ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.